ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ട പോലെ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡിയിൽ എങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം പുതിയതായിട്ട് വോട്ടേഴ്സ് ഐ ഡിയിലേക്ക് പേരുകളൊക്കെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ഇലക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വോട്ടർ ഐ ഡിയിൽ എന്ത് ചെയ്യണം, നമ്മൾ വോട്ടർ ഐ ഡി തപ്പി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാതെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ശരിക്കും പറഞ്ഞ വീഡിയോ. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് അത് എങ്ങനെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താലേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഗവൺമെൻറ് പുതിയ ഓർഡർ ചെയ്തിട്ടുണ്ട്, ആധാർ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ വെച്ചിട്ട് വേണം വോട്ടർ ഐ ഡി ലിങ്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെയുള്ള നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ വോട്ടേഴ്സ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾക്ക് ഇങ്ങനത്തെ ലിങ്ക് വരും. നമുക്ക് ഇങ്ങനത്തെ ഒരു ലിങ്ക് വരും. ജസ്റ്റ് ഒന്ന് ഫസ്റ്റത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും അറിയുന്നില്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു പോർട്ടൽ നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒരു 2-3 സെക്ഷൻസ് ഉണ്ട്. അവിടെ ഒരു സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ഐ ഡി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ഞാൻ നാളെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയാം. ഇന്ന് ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ വലിയൊരു വീഡിയോ ആയിപ്പോൾ. പിന്നെ ഈ എപ്പിക് ഡൗൺലോഡ്, അത് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിനൊക്കെ മുമ്പ് നമുക്ക് ഇത് ലിങ്ക് ചെയ്യണം. മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ഫിൽ ഫോം 8 എന്ന് പറഞ്ഞൊരു ഒരു ഫോം ഉണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് നിങ്ങൾക്ക് ഈ കാണുന്ന ഫിൽ ഫോം 8 ടു ഗെറ്റ് എപ്പിക് വിത്ത് അപ്ഡേറ്റഡ് ഓർ റീപ്ലേസ്മെന്റ് ഓർ മാർക്കിംഗ് ഓഫ് PWD. ഓക്കെ, അതാണ് സെക്ഷൻ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്നെ ചെയ്യേണ്ടത് ഫിൽ ഫോം 8 എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം നമുക്ക് കൊടുക്കുക. അപ്പം നമ്മുടെ സെൽഫ് ആണോ അതർ സെക്ടർ ആണോ നോക്കുക. നമുക്ക് സെൽഫ് കൊടുക്കുക. അതർ സെക്ടർ ആണെങ്കിൽ അതർ സെക്ടർ കൊടുക്കുക. അപ്പം നമ്മുടെ വോട്ടർ ഐ ഡിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു, സെൽഫ് തന്നെ കൊടുത്തു. സെൽഫ് കൊടുത്തപ്പോൾ നമ്മുടെ എന്ത് ചെയ്യാം, വോട്ടർ ഐ ഡിൻ്റെ ഇത് അവിടെ വന്നിട്ടുണ്ട്. എപ്പിക് നമ്പർ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പിക് നമ്പർ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ഈ എവിടെയാണ് നമ്മുടെ സ്ഥലം കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് കുറച്ച് ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണ്ടതിന് കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ്, അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ ഫില്ലായിട്ടുണ്ടാവും. നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഫില്ലായിട്ടുണ്ടാവും. മുകളിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടിക്ക് ഓൺ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് വരും. പിന്നെ നമ്മുടെ പേര്, എപ്പിക് നമ്പർ, പിന്നെ നമ്മുടെ ആധാർ നമ്പർ. ഇപ്പോൾ പറഞ്ഞാൽ പ്ലീസ് ടിക്ക് ദ അപ്രോപ്രിയേറ്റ് ബോക്സ് എന്നാണ്. അപ്പോൾ ഐ ആം നോട്ട് ഏബിൾ ടു ഫർണിഷ് മൈ ആധാർ നമ്പർ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ആധാർ നമ്പർ. അപ്പോൾ നമുക്ക് ആധാർ നമ്പർ വേണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ എടുത്തു. എന്നിട്ട് നമുക്ക് ആധാർ നമ്പർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പം എല്ലാം ആധാറുമായിട്ട് ലിങ്ക് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ആധാർ നമ്പർ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ കൊടുത്തു. മൊബൈൽ നമ്പർ സെൽഫാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഞാനൊന്ന് കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും തെറ്റാതെ കൊടുക്കുക. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പാരൻസിൻ്റെ ആരെയാണ് കൊടുക്കുന്നത് അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ ഇമെയിൽ ഐ ഡി. ഓക്കെ, അപ്പോൾ ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കണം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ പാരൻറ്റിൻ്റെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ആധാറുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറും ആധാറും വോട്ടർ ഐ ഡി ബാങ്ക് അക്കൗണ്ടും എല്ലാം ലിങ്ക്ഡ്, പാൻ നമ്പർ എല്ലാം ലിങ്ക് ആക്കി വെക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ചെയ്താലേ നമുക്ക് ഇതിട്ട് OTP മസ്റ്റായിട്ട് നമുക്ക് വരണം. കുറച്ചും കൂടി സേഫ് ആക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനോട് സഹകരിക്കുക, അത്രമാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി തന്നെ രണ്ടാമത്തെ ടിക്കുണ്ട്. അത് പിന്നെ നമുക്ക് സബ്മിഷൻ താഴെ വന്നു കഴിയുമ്പോൾ കറക്ഷൻ ഓഫ് സംതിങ്, അത് കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നത്. നമുക്ക് ടിക്ക് വേണ്ട, നമ്മൾ ആദ്യം ഇവിടെ ടിക്ക് ഓൺ ആക്കി കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടോറിയൽ റോൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവരെന്തൊക്കെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമുക്കൊരു 4 എൻട്രീസ് നമുക്ക് കറക്റ്റഡ് ആക്കാം. അതായത് നമ്മുടെ നെയിം, അല്ലെങ്കിൽ നമുക്ക് ജെൻഡർ ആണെങ്കിൽ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ റിലേഷൻ ടൈപ്പ് ആണെങ്കിൽ അഡ്രസ്സ് നമുക്ക് ചെയ്യാം, മൊബൈൽ നമ്പർ കൊടുക്കാം, ഫോട്ടോ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടേ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ഓൺ ആക്കിയിട്ട് നമുക്ക് 4 വരെ കറക്റ്റ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാം. മൊബൈൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഡിക്ലറേഷൻ ആണ്. ഇന്നത്തെ ഡേറ്റ് വെച്ച് ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ.
ഞാൻ എൻ്റെ സ്ഥലം എഴുതി കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ സ്ഥലം എഴുതി കൊടുക്കുക. ഓട്ടോമാറ്റിക്കായി ഡേറ്റ് അവിടെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീണ്ടും കൊടുത്തു. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ക്യാപ്ച ഇല്ലേ, അത് നമ്മൾ മറക്കാതെ ഒന്ന് തെറ്റാതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെൻഡ് OTP കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മൊബൈൽ നമ്പർ മുകളിൽ കൊടുത്തില്ലേ, അതിന് നമ്മൾ സെൻഡ് OTP കൊടുക്കാം. ഓക്കെ. അതിൻ്റെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ കാണാൻ വേണ്ടി പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ സൈൻ ആയിട്ട് സബ്മിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതൊന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോട്ടോ, വല്ല പ്രശ്നമൊന്നുമില്ല. ഞാനെന്ത് ചെയ്തു, ഈ സൈൻ കൊടുത്തിട്ട് ഞാനിങ്ങനെ ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് ഫോം, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനിയാണ് ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, അപ്പം ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇന്റർഫേസ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആധാർ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആധാർ നമ്പർ OTP വെരിഫിക്കേഷൻ ആണ്. ഓക്കെ. അപ്പം എൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ആൻഡ് ജനറേറ്റഡ് റെഫറൻസ് നമ്പർ എന്നുണ്ട്. യു ക്യാൻ യൂസ് ദിസ് റെഫറൻസ് നമ്പർ ഫോർ എനി ഫർദർ റെഫറൻസ്. ഓക്കെ. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കാം, ഏതാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് ഡൗൺലോഡ് അക്നോളജ്മെന്റ് എന്ന് കൊടുത്തു. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്നാന്ന് വെച്ചാൽ ഓക്കെ കൊടുത്ത് നമ്മൾ സബ്മിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫിൽ ഫോം 8 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പം ഞാനത് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ഇതേപോലുള്ള അടിപൊളി വീഡിയോസിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഇത് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത് വോട്ടർ ID ഒന്നും ഇല്ലാത്തവരെ നമ്മുടെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. കാരണം ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോയി. അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ ഓക്കെ, ബൈ, താങ്ക്സ്.